ഇൻസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അയാളെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നില്ല. അതായത് പഞ്ച് ചെയ്യുന്നു, ബാക്ക് വരുന്നു. ഔട്ട് സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഔട്ട് സൈഡിലേക്ക് ബോഡി, നമ്മളെ ബോഡി ഔട്ട് സൈഡ് ആയിരിക്കും. പഞ്ച് അയാൾക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഇൻസൈഡും ചെയ്യും. അങ്ങനെ ആകുമ്പോൾ ഇൻസൈഡ് അങ്ങനെ ചെയ്യും. ആ 1 and 2 ഒന്നും ഇതിൽ ആലോചിക്കാൻ എന്താ ഉള്ളത്? ഇപ്പം ഞാൻ ഒരാളെ ഇൻസൈഡ് പഞ്ചാണ് ചെയ്യുന്നത്. അതിൽ ഇപ്പം ഇയാൾ എൻ്റെ നേരെ ജാബ് ചെയ്തു. ആ ജാബ് ചെയ്യുന്ന സമയത്ത് ഞാൻ 1 സെയിം ലെഗ്. ഇനി അടുത്തതാണെങ്കിൽ 2 അത് സെയിം ലെഗ്. ഇതാണ് ഇൻസൈഡ്. ഒരേ ലെഗിൽ എന്ത് ചെയ്യുന്നു? അതെന്നെ സ്ലിപ്പ് ചെയ്തിട്ട് പഞ്ച് ചെയ്യുന്നത്. അതാണ് ഇൻസൈഡ്. ഇനി ഔട്ട് സൈഡ് ആണെങ്കിലോ, ഇപ്പം ഞാൻ ഇയാൾ ജാബാണ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ റൈറ്റ് ലെഗിനെയാണ് ഞാൻ എടുത്ത് വെക്കുക. റെഡി? ഇത് ഞാൻ ഔട്ട് സൈഡാ. ഇപ്പം എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അവിടുന്ന് മൂവ് ചെയ്യാം, പിവോട്ട് ചെയ്യാം. ഇനി അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഞാൻ ഇയാൾ ക്രോസാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ എൻ്റെ ലെഫ്റ്റിനെ എടുത്ത് വെക്കുന്ന എനിക്ക് മൂവ് ചെയ്യാം. സർ, ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നത്? പരസ്പരം ഈ ഒരു മൂവ്മെൻറ്റ് നോൺ സ്റ്റോപ്പായിട്ട് ചെയ്യുന്നത്. ഇതെവിടെ ഗ്ലൗ? എവിടെ? ബഡി ചേഞ്ച്. നവീ ലീൻ ചെയ്യ്. കുത്തനെ നിൽക്കല്ലേ, തല കുത്തനെ നിൽക്കല്ലേ. ചരിക്കി. ഇങ്ങനെ കുത്തനെ, ഇങ്ങനെയല്ല സ്ലിപ്പ്, ഇങ്ങനെ ബോഡീനെ ചരിക്കി. എന്നിട്ട് പഞ്ച് ചെയ്യും. ഇപ്പൊ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഹെഡിന് ഔട്ട് സൈഡ് കൊണ്ടുപോയിട്ട് അതിൽ ഹെഡ് ചരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഹെഡ് ബോഡി ലീൻ ചെയ്താൽ എന്താ ഔട്ട് സൈഡിലേക്ക് വീഴാൻ പോണാതിരുന്ന എങ്ങനെ ഉണ്ടാവും? അതിൽ പഞ്ച് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? അത്തരത്തിൽ പഞ്ച് ചെയ്യും. റെഡി? അതന്നെ. എപ്പോഴും നോക്കുന്നത് എങ്ങോട്ട് വേണോ? ഇവനെ തന്നെ വേണം. തല പൊക്കി നോക്കണ്ട, കണ്ണോണ്ട് ഐബോൾ കൊണ്ട് നോക്കിയാൽ മതി. നെക്ക് ടക്കിൻ ചെയ്യും. എന്നിട്ട് പഞ്ച് ചെയ്യും. ഇപ്പോൾ പഞ്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഞാൻ എൻ്റെ നേരെ 1 ഈ 1 ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ സെയിം ലെഗല്ലേ ചെയ്തത്. ഇതിന് ഞാൻ എന്ത് ചെയ്ത്, ഒന്നെങ്കിൽ എനിക്ക് കംപ്ലീറ്റ്ലി എൻ്റെ ഹെഡിനെ ഔട്ട് ചെയ്യാം. ഇവിടെ ഗാർഡ്. ഇനി അതല്ലെങ്കിൽ ഔട്ട് ചെയ്യാണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് സ്ലിപ്പ് ചെയ്തിട്ടാണെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ഗാർഡ് ചെയ്തത്. എൻ്റെ ഷോൾഡറിനെ ഞാൻ അപ്പ് ചെയ്ത്. അപ്പം എന്താണ് 2 എന്ന പഞ്ച് കിട്ടാനുള്ളൊരു ചാൻസ്. കിട്ടിയാൽ ഈ ഷോൾഡറിൽ കുറച്ച് താങ്ങും. ആ സ്റ്റൈലിലാണ്. ഇത് കഴുത്തിനങ്ങനെ കാണിച്ചു കൊടുക്കരുത്. ഹെഡ് ഒരു കാരണവശാലും കാണിച്ചു കൊടുക്കരുത്. അതിൽ പവർ വരില്ല. അതിലൊന്ന് വേദനയാക്ക്. അവനൊന്ന് വേദനയാക്കി അടിക്ക്. ആ മൂവ്മെന്റ് അതാണോ നിന്റെ മാക്സിമം പവർ? വേദനയാക്ക്. മാക്സിമം പവറിലടിക്ക്. ഇതാണ് നിന്റെ മാക്സിമം. എടാ മാക്സിമം പവറിലടിക്കുക. മാക്സിമം പവറിലടിക്ക്. ഇത്രയും വലിപ്പമുണ്ടായിട്ട് അങ്ങ് അത്ര അങ്ങനെ അടിക്കാനേ വഴിയില്ലോ. ഇതിപ്പം എന്തുകൊണ്ടങ്ങ് ഞാൻ ഗ്ലൗ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നല്ല വേദനയാക്കും. അടി. ഇതാണെന്ന് ഞാൻ സീരിയസ്ലി ചോദിക്കുക. ഇതാണോ നിന്റെ മാക്സിമം പവർ? എങ്ങനെ? അതെ. അതെന്തുകൊണ്ടാണ് പവർ കിട്ടാത്തത്? ഇപ്പം ഔട്ട് സൈഡിലേക്ക് പഞ്ച് ചെയ്യുന്ന സമയത്ത് ഇത് എൽബോ ഇവിടെ എന്താണ്? ബെൻഡാണ്. എൽബോ ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ പവർ വരിക? എൽബോ സ്ട്രൈറ്റ് ആയിട്ട്. ഇപ്പം ഞാൻ ഇതിനെ ഇങ്ങനെയാണെങ്കിൽ ഓക്കെ, എൻ്റെ കൈ സ്ട്രൈറ്റ് പഞ്ചസ് ആണ് നിങ്ങളിവിടെ ചെയ്യുന്നത്. എൽബോനെ ബെൻഡ് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പവർ വരില്ല. സ്ട്രൈറ്റ് പഞ്ച് ആയെങ്കിൽ മാത്രം എന്ത് വരുള്ളൂ? പവർ വരുള്ളൂ. ഉക്സോ അപ്പർ കട്ടോ ഒന്നും അല്ലത്. റെഡി?
കൈമുട്ട് സ്ട്രെയിറ്റ് ആവണം. ആ അതിൽ പഞ്ച് ചെയ്ത് പഠിക്ക്. ബോക്സിങ് പഠിക്കാൻ വന്നിട്ട് നീ അവന് വേദനയാവുമെന്ന് ചിന്തിക്കില്ല. ഒന്നുകൂടെ പവറിൽ പഞ്ച്. ഓക്കെ, ഇനി ഇതിലെന്താ മാറ്റം നോക്ക്. പവറിൽ പഞ്ച് ഇവനെ വേദനയാക്കാൻ വേണ്ടിയിട്ടല്ല. പഞ്ച് നിനക്ക് ഡെലിവർ ആവുന്നില്ല. ഇപ്പൊ നിങ്ങളെ ഇൻസൈഡ് കയറി അയാൾക്ക് ഇങ്ങനെ വേദന എടുക്കുക. തിരിച്ച് ആ ബാക്കിലെ ലെഗ് കറക്റ്റ് ആക്കി വെക്കണേ. ആ എടേ ആ ആ ഗുഡ്. നീ ഇപ്പൊ ഇവന്റെ ബോഡി വെയിറ്റിലാണ് പഞ്ച് ചെയ്യുന്നത്, നീ നിന്റെ ഹാൻഡ് വെയിറ്റിലാണ് പഞ്ച് ചെയ്യുന്നത്. ഇവൻ അങ്ങനെ പഞ്ച് ചെയ്ത് കാല് വെച്ച് ഇവിടെ ലോക്ക് ചെയ്ത് എന്നിട്ട് ഇതിനെ പുഷ് ചെയ്യുക ചെയ്ത്. അതായത് ഇവിടെ നിന്നിട്ട് കൈ കൊണ്ട് ഇടിച്ചില്ല, ബോഡി വെയിറ്റിനെ കൊണ്ട് പുഷ് ചെയ്ത്. അതൊന്നുകൂടെ എഫേർട്ട് എടുത്ത് പുഷ് ചെയ്. അതായത് കുറച്ച് നിന്റെ മാക്സിമം എഫേർട്ട് എടുത്ത് പുഷ് ചെയ്. മതി 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 മതി. അതായത് പുഷ് ചെയ്യാണ്, കയറി ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇതല്ല ചെയ്യുന്നത്. പക്ഷെ നീ എന്താ ചെയ്യുന്നത്? പഞ്ച് ചെയ്യല്ല വേണ്ട എനിക്ക്. അതായത് നമ്മൾ കയറുന്ന സമയത്ത് ടച്ച് ആൻഡ് ബാക്ക് ആണ്. ഇപ്പൊ ഞാൻ ഇയാളെ പഞ്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എനിക്ക് പഞ്ച് ചെയ്യാം. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ബോഡി വെയിറ്റിനെ കൊടുക്കാം. എല്ലാ സമയത്തിലും നമ്മൾ എന്ത് ചെയ്യില്ല, ടച്ച് ആൻഡ് ബാക്ക് സ്റ്റൈൽ ചെയ്യില്ല. അതായത് പഞ്ച് ചെയ്യുന്ന പരിപാടി ഇല്ല. ചില സമയങ്ങളിൽ നമ്മൾ ബോഡി വെയിറ്റിനാണ് കൊടുക്കുക. ആ ബോഡി വെയിറ്റ് എന്ന് പറയുന്നത് ലെഗിൽ നിന്ന് വരണം. കൈമുട്ട് ഒരുപാട് ബെൻഡ് ആവരുത്. ലോക്ക് ചെയ്യണം, ഷോൾഡർ ലോക്കായിരിക്കണം. ഷോൾഡറിന് ലോക്കായിരിക്കണം. ഇപ്പൊ പഞ്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് എൻ്റെ കൈ ഉണ്ടാവേണ്ടത്. ഇവിടെ ഞാൻ എന്ത് ചെയ്ത്, ഇവിടെ എൻ്റെ ഫേസിനെ ഞാൻ ഗാർഡ് ചെയ്ത്, ഇതെൻ്റെ ഗാർഡ്. പ്ലസ് എൻ്റെ കൈമുട്ട് സ്ട്രെയിറ്റ് ആണ്. ഇനി ഔട്ട് സൈഡ് ആണെങ്കിലോ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഗാർഡ് ചെയ്ത്. ഇപ്പം ഫേസിന് ഇതിന് നേരെ വന്നേ. നിങ്ങൾ പഞ്ച് ചെയ്യുന്ന സമയത്ത് ഇയാൾക്ക് വേദന ആവണ്ടെന്ന് കരുതിയിട്ട് എന്ത് ചെയ്യും, ഇതിനെ പകുതി വെച്ച് ഹോൾഡ് ചെയ്യും. അങ്ങനെയല്ല, പഞ്ച് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇതിന് ഞാൻ ഇങ്ങനെ മൊത്തം എൻ്റെ എൽബോണെ സ്ട്രെയിറ്റ് ആക്കിയാലേ അങ്ങോട്ട് എന്തെങ്കിലും പഞ്ചിന് പവർ പോവുള്ളൂ. അപ്പം അങ്ങനെ തന്നെ പഠിക്കുക. വേദനയാവുന്ന കരുതി നിൽക്കല്ലേ. കുറച്ച് വേദനയാവുന്ന സമയത്ത് അടി കിട്ടിയാൽ നിങ്ങൾ, അതായത് ഇങ്ങനെ ഒരു അടി പിന്നെ കിട്ടുന്ന സമയത്ത് അവിടെ നിൽക്കും, ഇല്ലെങ്കിൽ അവിടെ കുനിഞ്ഞുകൂടി നിൽക്കും. അഗൈൻ